കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനായിരുന്ന ഡോക്ടർ OICJയുടെ മരണത്തിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളിൽ വിശദീകരണം നൽകാൻ കോൺഫിഡൻസ് ഗ്രൂപ്പ് മാനേജ്മെന്റ് വാർത്താ സമ്മേളനം ഇന്ന് കൊച്ചിയിൽ നടക്കും. വൈകുന്നേരം 4 മണിക്കാണ് ഈ വാർത്താ സമ്മേളനം. ലാൽകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ലാൽകൃഷ്ണൻ, വിശദാംശങ്ങൾ. അദ്ദേഹത്തിന്റെ റോയുടെ മരണത്തിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പല കോണുകളിൽ നിന്ന് ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം വലിയ വിമർശനങ്ങളും വലിയ രീതിയിലുള്ള വിവാദങ്ങളാകുന്ന വാർത്തകളും വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള TA ജോസഫ് അത്തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുത്, വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ലൈവ് പോലെ തന്നെ വീഡിയോയിൽ അദ്ദേഹവും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് കൃത്യമായ വിശദീകരണവും മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇന്ന് 4 മണിയോടുകൂടി കോൺഫിഡൻസ് ഗ്രൂപ്പ് അവരുടെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ തന്നെയാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഭാവി പരിപാടികളടക്കമുള്ള കാര്യങ്ങളിലാണ് നിലവിൽ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുക എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഉയർന്നിരിക്കുന്ന അഭ്യൂഹങ്ങൾക്കുള്ള മറുപടിയും ജോസഫിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഫിഡൻസ് ഗ്രൂപ്പ് നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻവെസ്റ്റേഴ്സിനെ ഇത് ഏത് രീതിയിൽ ബാധിക്കും എന്ന കാര്യങ്ങളെല്ലാം വലിയ ചർച്ചയായി നിന്ന സമയം കൂടിയാണ്. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് സാധ്യതയില്ല, അല്ലെങ്കിൽ അതിന് സാധുതയില്ല എന്ന് CJ റോയിയുടെ സഹോദരനായിട്ടുള്ള CJ ബാബു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഈ കാര്യങ്ങൾ കൃത്യമായി ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി CJ ജോസഫും അതോടൊപ്പം തന്നെ റോയിയുടെ മകനുമായിട്ടുള്ള രോഹിത്തും ആ ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവർ ആ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രോജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കും എന്നതിനോടൊപ്പം തന്നെ പുതിയ പ്രോജക്റ്റുകൾക്ക് തുടക്കം കുറിക്കും എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സംശയങ്ങൾ നിലനിൽക്കുന്നത് ഇപ്പോഴും പ്രധാനപ്പെട്ടുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇദ്ദേഹം ആത്മാഹുതി ചെയ്തത് എന്ന കാര്യത്തെക്കുറിച്ചുകൊണ്ടാണ്. അക്കാര്യത്തിലടക്കം അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ടുള്ള മറുപടി ആയിരിക്കും ഇന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.